കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ജൂൺ 4 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ്. ആരാണ് നമ്മളെ ഇനി നയിക്കുക? ഇന്ത്യ ആര് നയിക്കും? രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഇഷ്ടങ്ങൾക്കും ഇച്ഛക്കൊക്കെ അനുസരിച്ച് അവരൊത്തിരി പ്രവചനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികളെല്ലാം ഇപ്പോൾ അവസാനിച്ച് നിൽക്കുകയാണ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. എന്നാൽ ഈ ജൂൺ 4 കഴിഞ്ഞാൽ നമ്മളെ ആര് നയിക്കും എന്ന കാര്യത്തിൽ ഈ ഏറ്റവും പരിചയസമ്പന്നരായ 3 മാധ്യമ പ്രവർത്തകർ അവരുടെ ഒരു അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ചാനലുകളിൽ പോലും ഇപ്പോൾ അവതാരകരായി എത്തുന്നവർ അവരുടെ ഒരു ഇഷ്ടങ്ങൾക്കനുസരിച്ചും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഒത്തിരി രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഈ പ്രിൻ്റ് മീഡിയയിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണങ്ങൾക്കും അവരുടെ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. മാത്രവുമല്ല, അതൊരു രേഖയാണ്, മാഞ്ഞു പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്ന അവരുടെ നിരീക്ഷണങ്ങൾ നമുക്ക് ഒന്ന് അറിയാൻ ശ്രമിക്കാം. വളരെ പ്രഗത്ഭരായ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന, അതുപോലെ കണ്ണൂരിലെ പത്രപ്രവർത്തക യൂണിയൻ്റെ തലപ്പത്തിരുന്ന പ്രഗത്ഭരായ 3 മാധ്യമപ്രവർത്തകരാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഒന്ന് ദിനകരൻ കൊമ്പിലാത്ത്, അതുപോലെ കെ ബാലകൃഷ്ണൻ, അതുപോലെ എ ദാമോദരൻ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീ കെ ബാലകൃഷ്ണനിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. ശ്രീ ബാലകൃഷ്ണൻ, നമ്മൾ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു താങ്കൾ കണ്ട താങ്കളുടെ മാധ്യമ പ്രവർത്തന പരിചയ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ ആശങ്കയാണ് ഒരു വിഭാഗത്തിന്. ഇന്ത്യ തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പിന് പോലും സാധ്യത ഇല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെയൊക്കെ പ്രചരണങ്ങൾ നടക്കുന്ന, ഏറ്റവും കൂടുതൽ മതം ഉപയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പ്. താങ്കളുടെ ഒരു പരിചയം വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവത്തെ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഈ തെരഞ്ഞെടുപ്പ് ജൂൺ 4 റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നാളെ 25-ന് 59 മണ്ഡലങ്ങളിലെ ഇലക്ഷൻ നടക്കുന്നു. അതിനുശേഷം ജൂൺ 1-ാം തീയതി ഒരു സെറ്റ് 50 മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇത് തീരും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് നമ്മുടെ സാധാരണ രീതിയിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം ജീവശാസ്ത്രപരമായിട്ട് ജനിച്ചതാണ് എന്നുള്ള ഇത് മാറി, അങ്ങനെയല്ല അദ്ദേഹം ജനിച്ചത്, ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിന് ചുമതലപ്പെടുത്തി അയച്ചതാണ് എന്നെ എന്ന് അദ്ദേഹം പറയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നോക്കിയാൽ ഒരു സാധാരണ രീതിയിലല്ലാത്ത ഒരു സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള ഒരു ചില പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഫ്രാൻസിൽ ലൂയി 16 എന്ന് പറഞ്ഞത് അധികാര ദൈവദത്തമാണ് എന്നുള്ളൊരു സംഗതി. അധികാര ദൈവദത്തമാണ്. അങ്ങനെ ദൈവദത്തമായ അധികാരത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് അധികാരമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നു. അങ്ങനെ ഏറ്റവും ആദ്യഘട്ടത്തിൽ പിന്നെ ഒരു പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ താങ്കൾ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിപ്പോൾ ഈ പിന്നെ ഹിന്ദു സ്ത്രീകളുടെ പിന്നെ മംഗല്യസൂത്രം വരെ മറ്റ് ഇതിൻ്റെ സമുദായത്തിന് കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് പരാമർശമുണ്ടായി. അതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വളരെ പ്രകടമായൊരു മൗനമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെയാണ് ഈ 3 ആഴ്ച മുമ്പ് കൊടുത്ത പരാതിയെക്കുറിച്ച് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനും, ഇന്ന് മലയാളത്തിലൊരു പ്രധാനപ്പെട്ട പ്രമുഖ പത്രം, മലയാളത്തിലൊരു നാഷണൽ ഡെയിലി ആയിട്ടുള്ള മാതൃഭൂമി, ഇന്ന് അതിനെക്കുറിച്ച് ഇന്നത്തെ മുഖപ്രസംഗം അതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മുടെ ശേഷമുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു അത്ഭുതകരമായ സംഭവം, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ബാക്കിയായി, 2 ആളെ അപ്പോൾ നോമിനേറ്റ്. അപ്പോൾ ഇത് ഒരു കുഴപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വർഷം നീണ്ടു നിന്നിട്ടുള്ള ഒരു പ്രശ്നത്തെ ഞാൻ പറയുന്നത്, ഒരു വർഷം നീണ്ടു നിന്നിട്ടുള്ള ഒരു സുപ്രീം കോടതി ഒരു പ്രക്രിയ നടന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഇവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് തീരുമാനിച്ചു. അത് ഒരു ഭരണഘടനാ ഭേദഗതിയിലേക്ക് കൂടി അത് അതിവേഗം സുപ്രീം കോടതിയിൽ സൂപ്പർസീഡ് ചെയ്തു. അതിനുശേഷം 2 പേരെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 2 പേരെ ഇലക്ഷൻ കമ്മീഷണർ നിയമിച്ചു. പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയും പ്രതിപക്ഷത്തെ ഒരാളോ.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിയമനം വരുമെന്ന് പറയാൻ പറ്റും. അങ്ങനെ നിയമനം വന്നപ്പോൾ 3 പേര് വന്നു, 3 IAS ഉദ്യോഗസ്ഥന്മാർ വന്നു. ഇവർ ആദ്യം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നടക്കാൻ വേണ്ടി പോകുന്നൊരു സംഭവം, ഇലക്ഷനിൽ എത്ര പേര് വോട്ട് ചെയ്തു, ഫോം 17 എന്നൊരു പ്രശ്നമുണ്ട്. ഫോം 17, ഈ ഫോം 17 പറ്റി വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം ഇത്. അപ്പോൾ വോട്ട് ചെയ്ത ആളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ശതമാനം പറയുന്നത് ആദ്യം പറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചിലപ്പോൾ 5% കൂട്ടിയിട്ടൊക്കെയാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും അറിയിക്കേണ്ടതായിട്ടില്ല, പൊതു മണ്ഡലത്തിൽ അറിയിക്കേണ്ടതായിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതായത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ സവിശേഷമായിട്ടുള്ളൊരു പ്രത്യേകമായ സംഗതി ആദ്യം അതിൽ വോട്ടർമാരുടെ എണ്ണം പറയാതെ ശതമാനം പറയുക. അതുപോലെ പിന്നെ ഈ ഇലക്ഷനകത്ത് വർഗീയത ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനാ ചട്ടമുണ്ട്. ആ ചട്ടത്തെക്കുറിച്ചുള്ള പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കഴിയാതെ 24ാമത്തെ മണിക്കൂർ പറയുക, ആരും ഒന്നും പറയുക, ഇത്തരം സംഭവം. ഈ 2 സംഭവത്തോടൊപ്പം ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലത്തെ സംഭവം, ഇന്ത്യയിൽ ഈ ഒരു ഇലക്ഷനിൽ ആര് അധികാരത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ലാത്ത രീതിയിൽ മറ്റു പ്രതിപക്ഷത്തിലാണ് ഭൂരിപക്ഷമെങ്കിലും ഒരു സ്മൂത്തായിട്ട് അധികാര കൈമാറ്റത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ സംഭവം. തിരിച്ചു വരാം. ശ്രീ ഏതാമോഹൻ, താങ്കളുടെ ഈ ഒത്തിരി തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കുകയും വാർത്തകൾ ചെയ്യുകയും വേണം. രാമനാമം ജപിക്കുന്നവർ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അകത്താവും, അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഒരു പ്രധാനമന്ത്രി, ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്ന ഒരവസ്ഥ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കെ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലുള്ള TN ശേഷൻ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ TN ശേഷൻ കമ്മീഷൻ ആയിരുന്ന ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ പറയുന്ന മതവും എങ്ങനെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു, എങ്ങനെ താങ്കൾ നിരീക്ഷിക്കുന്നു? ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ അസ്മിത തന്നെ ഒരു മതാധിഷ്ഠിതം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മതാധിഷ്ഠിത സംവിധാനമല്ല, ഒരു ദർശനമാണ്. ആ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ കാലമത്രയും നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിനെ നിരാകരിക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് രാജ്യം മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊന്നും ഞാൻ പറയും. സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പോകാൻ പറ്റുമെന്നുള്ള അർത്ഥത്തിലല്ല. അല്ലല്ല, നമ്മളൊരു ദർശനം, ഒരു ഹൈന്ദവ ദർശനം ഒരു മതാധിഷ്ഠിതല്ല. അത് ഹൈന്ദവം എന്ന് പറഞ്ഞാൽ മതാധിഷ്ഠിതല്ല, അത് പൊതുവായിട്ടുള്ള ഭാരതത്തിന്റെ സംസ്കാരമായിട്ടാണ് കാണുന്നത്. പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇപ്പോൾ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ളതാണ് പൊതുവായിട്ട് പ്രതിപക്ഷങ്ങളുടെയും ഭരണപക്ഷത്തെ എതിർക്കുന്ന മറ്റ് മാധ്യമ സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ് പോകുന്നത്. പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും അത് മാധ്യമങ്ങളിൽ ചർച്ചയായി വരിക, അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു സംവിധാനമാണ് പൊതുവെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ മതം ചർച്ച ചെയ്യപ്പെട്ട ഒരു അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നി ചിലപ്പോൾ രാമക്ഷേത്രം പോലും ഉണ്ടാവില്ല, അത് ബുൾഡോസർ വെച്ച് തകർത്ത് കളയും. രാമനാമം ജപിക്കുന്നവനെ പിടിച്ച് അകത്തിടും. മുസ്ലിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷമായി അങ്ങനെ ഒരു മുസ്ലിങ്ങളെ അതുകൊണ്ട് ഇവിടുത്തെ രാജ്യത്ത് പുറത്താക്കണമെന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട സംവിധാനങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടെന്നും ആരും പറഞ്ഞില്ല. പക്ഷേ ഈ അപ്രമാദിത്വം ഒരു അപ്രമാദിത്വം ഇല്ലേ? ഇപ്പൊ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകളൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഈ സക്കീർ നായിക്കിനെ പോലുള്ള ചില ആളുകൾ നടത്തുന്ന പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും, പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദിലെ എന്താണ് അങ്ങനെയുള്ള പേര്, അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ആ രീതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിന് അങ്ങനെ ഒരു ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പം എന്തിനേറെ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മളെ താങ്കൾ നിരീക്ഷിക്കുന്ന ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ അത്തരത്തിൽ ചില ഭീതികൾ അവരുണ്ട്, ചില ഭീഷണികൾ അവർ ഉയർത്തുന്നതാണ്. അതെ, ഒരു വിഭാഗം എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെന്നല്ല. ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് ലോകസഭാ മണ്ഡലങ്ങളിലും അതുപോലുള്ള മറ്റ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ മോഡിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മോഡിക്ക് വോട്ട് ചെയ്യുന്നവർ അങ്ങനെ കുഴപ്പക്കാരല്ല.
അല്ലല്ല, അങ്ങനെയല്ല മോഡിക്ക് വോട്ട് ചെയ്യാൻ അങ്ങനെ അല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരു എന്താ പറയണ്ടേ, സ്വാഭാവികമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. അവരൊന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഈ രീതിയിൽ നമ്മുടെ ഈ താലിബാൻ ലൈനിലേക്ക് പോകുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഒരു ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയുടെ കാര്യം പറഞ്ഞാൽ, മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിനെ വല്ലാത്ത രീതിയിൽ അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളുടെ ഇടയിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടിട്ടുള്ള ആളുകളും ഈ പറഞ്ഞ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതോട് വളരെ മോശപ്പെട്ട ഒരു സംവിധാനമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നത്. തിരിച്ചു വരാം. ദിനകരൻ കൊമ്പിലാത്ത് അതിനകത്ത് ഈ കെ ബാലകൃഷ്ണൻ പറഞ്ഞതും എ ദാമോദരനും പറഞ്ഞു, 2 വേർഷൻ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് രണ്ടും എന്താണ് ഇന്ത്യയിൽ ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മനുഷ്യൻ മാറിയത്? നമ്മളെയൊക്കെ ഒരു 25 വർഷം മുമ്പ് ഇങ്ങനെ പറയുമോ മനുഷ്യന്മാർ? ഇങ്ങനെ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? നമസ്കാരത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ മതം ഉപയോഗിച്ച്, രാഷ്ട്രീയത്തിൽ മതം ഉപയോഗിച്ച് സാധാരണ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി മുതൽ ഉന്നതരായ പ്രധാനമന്ത്രി വരെ ഒരേ രീതിയിൽ രാഷ്ട്രീയത്തെ മതത്തെ കടത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ചരിത്രം ആദ്യമാണ്. നേരത്തെ ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് നമ്മൾ എടുത്തുകൊണ്ടുവരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ആദ്യം രാമജന്മഭൂമിയിൽ, അല്ലെ അയോധ്യ ക്ഷേത്രത്തിലേക്കായിരുന്നു തുറന്നത്. അത് വെച്ച് അയോധ്യ ക്ഷേത്രം ഇന്ത്യ മുഴുവൻ, അല്ലെ രാജ്യം മുഴുവൻ അയോധ്യ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു ശ്രമം BJP നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങൾ കഴിയുമ്പോഴും അയോധ്യ ക്ലച്ച് പിടിക്കുന്നതെന്ന് മനസ്സിലായി. അടുത്തത് പൗരത്വ പ്രശ്നമാണ്. അതെടുത്ത് നോക്കി, അതും മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുസ്ലിം അപര വ്യക്തിത്വം, അല്ലെ അപരവത്കരണം നടത്തിക്കൊണ്ട് എവിടെയൊക്കെ രാഷ്ട്രീയ വയറെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷെ അതും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല എന്ന് മനസ്സിലായി. എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സർവേയും തുടക്കത്തിൽ BJP അനുകൂലം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലുള്ള സർവേ എന്ന് പറയുന്നത് BJP അനുകൂല മാധ്യമം ഉണ്ടാക്കിയ സർവേയാണ്. ആ സർവേ BJPക്ക് 400 സീറ്റ് വരെ പ്രവഹിച്ചു വരും. പക്ഷെ പിന്നീട് ഒക്കെ മാറി വരികയാണ്. ഇപ്പോൾ പല സർവേകളും BJP ഒറ്റക്ക് ഭരിക്കുമോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും. രാമജന്മഭൂമിയുടെ ഇഷ്യൂ, അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഇഷ്യൂ, കാശ്മീർ പ്രശ്നത്തിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഇതിൻ്റെ എന്താ പറയുക പൗരത്വത്തിൻ്റെ പ്രശ്നം, ഇതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ജനം സാധാരണ രീതിയിൽ തൊഴിലില്ലായ്മയും അതേപോലുള്ള മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയും കഷ്ടപ്പാടുകളും ഒക്കെയാണ് ജനം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവസാന ഘട്ടം, ഇനിയിപ്പോൾ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2 ഘട്ടം തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടം ബാക്കിയിരിക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അപ്പം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഇത് വലിയ കെജ്രിവാൾ ഒരു ഭീഷണി ആയതുകൊണ്ടല്ല, BJPയുടെ കയ്യിലെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ലെങ്കിൽ തടവിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം. പക്ഷെ അത് വിജയിക്കുന്നില്ല. ജനം ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇപ്പം ബീഹാറിലായിക്കോട്ടെ, UP-യിലായിക്കോട്ടെ ചിത്രങ്ങൾ മാറി വരികയാണ്. ബീഹാറിൽ UP-യിലൊക്കെ ചിത്രങ്ങൾ മാറി. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഇത് പറഞ്ഞല്ലോ, കേരളം ഇതിൽ നിന്നൊക്കെ ഭിന്നമാണ് എന്നാണ് നമ്മളെപ്പോഴും പറയാറ്. എന്നാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം മതം കടന്നു വന്നു? വടകര പോലുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ കാഫിർ പ്രയോഗവും ചില സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റി മതം കലർന്ന പ്രചരണങ്ങളും നമ്മളെ ഏതൊക്കെ നിലത്തിൽ സ്വാധീനിച്ചു? അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ശ്രീ ബാലകൃഷ്ണൻ, നമ്മളിപ്പം അഖിലേന്ത്യാ തലത്തിൽ ഇതെല്ലാം പറഞ്ഞല്ലോ. വടകര നിയോജക മണ്ഡലത്തിൽ മതം കടന്നു വന്ന ഒരു രീതി നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏത് തലത്തിലാണത് വന്നത്?
കേരളത്തിലെ തിരഞ്ഞെടുപ്പ് എല്ലാ കാലഘട്ടത്തിലും പിന്നെ മതം ഒരിക്കലും മതമോ വർഗീയതയോ കടന്നു വരാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗം മറ്റേ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ കാണുന്ന പോലെയുള്ള പ്രത്യക്ഷമായിട്ടല്ല പ്രച്ഛന്നമായിട്ടാണ് ചിലപ്പോൾ പലപ്പോഴും പ്രച്ഛന്നമാണ്. അത് പിന്നെ സാധാരണ പലപ്പോഴും അത് കേരളത്തിൽ മലബാറിൽ അധികമില്ല, തിരുവിതാംകൂറിൽ കൂടുതലാണെന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. അത് ജാതി വരുന്നുണ്ട്, മതം വരാറുണ്ട്, ഇതൊക്കെ പിന്നെ ഇവിടെ ഉള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ കടന്നു വരാറുണ്ടാവും. പക്ഷെ നമുക്കത് പലപ്പോഴും പ്രകടമല്ല. ഇപ്പോൾ ഇവിടെ ഒരു മലബാറിലൊരു അല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ജാതി അല്ലെങ്കിൽ മതം സാധാരണ ഇതിൽ നോക്കാറില്ല, ഒരു ഇതില്ല. കാരണം നല്ല രാഷ്ട്രീയ പ്രബുദ്ധത, കുറേയേറെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. ആ രാഷ്ട്രീയ പ്രബുദ്ധതക്കിടയിലും കാരണം കേരളത്തിൽ പിന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനമായിട്ട് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു പ്രശ്നം നിവർത്തന പക്ഷമാണ്. ആദ്യം ഉണ്ടായ പ്രശ്നം 1939 നിവർത്തന പക്ഷം ഉണ്ടായി. അത് കാരണം എന്താ വെച്ചാൽ പിന്നെ അവിടെ ഈ പിന്നെ നിയമസഭയിലുള്ള അംഗത്വത്തിൽ വിവിധ ജാതികൾ വിവിധ മതങ്ങൾക്കുള്ള പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതുപോലെ ജാതി സംഘടനകൾ വളരെ ശക്തമാണ്. കാരണം ജാതി സംഘടനകൾ നമ്മളില്ലാന്ന് പറഞ്ഞില്ല, ജാതി സംഘടനകൾ വളരെ ശക്തമാണ്. പറഞ്ഞത് വളരെ കൃത്യമാണ്. മതമില്ലാതെ ഒരു ഇന്ത്യ ഇല്ല. അങ്ങനെയല്ല, ഇന്ത്യ ഇല്ലാതല്ല, ജാതീയമായ സംഘടനകളൊക്കെ കേരളത്തിൽ ഉണ്ട്, സജീവമാണ്. പക്ഷേ ഒരു ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത്, ഒരു പൊതു രാഷ്ട്രീയം നല്ലൊരു ട്രെൻഡ് വരുന്ന സമയത്ത് ഈ ജാതിയും മതവും മറന്നിട്ട് ആൾ മറക്കാറുണ്ട്. ഇപ്പോൾ വടകരയിൽ ഉണ്ടായ സംഭവം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ആരും തന്നെ വ്യക്തമില്ല. കാരണം നവമാധ്യമങ്ങളിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ മതപരമായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് തുറന്നു. അവിടെ വടകര മണ്ഡലത്തിന് നേരത്തെ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വടകരയിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വടകരയിൽ ഒരു ഘട്ടത്തിൽ പിന്നെ നേരത്തെ വളരെ KP ഉണ്ണികൃഷ്ണൻ ജയിച്ച ഒരു 1989 91 ഉണ്ടായ പ്രശ്നം വെച്ചാൽ പിന്നെ BJPയും അതന്ന് മറ്റേ KG മാരാരുടെ പിന്നെ ആത്മഹത്യത്തിന്റെ കുഞ്ഞിക്കണ 40 മണ്ഡലങ്ങളിൽ കരാറുണ്ടാക്കി. പക്ഷെ അത് അപ്പോഴേക്കും പിന്നെ രാജീവ് ഗാന്ധിയുടെ ഉണ്ടായി. 91 മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. 23-ാം ഇവിടെ ഇലക്ഷൻ, 23-ാം തിരുവനന്തപുരം തോന്നുന്നു. അതിന്റെ അവസാനം നടത്തിയത് ജൂൺ 18 നടത്തിയത്. അത് നടന്നില്ലല്ലോ, ഇലക്ഷൻ നടന്നില്ല, മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ BJPയും പിന്നെ ലീഗും, കേരളത്തിൽ ലീഗ് വളരെ ശക്തമായിട്ടൊരു പാർട്ടിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി, BJPയും ലീഗും ഏതാണ്ട് മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള പാർട്ടികളാണ്. കാരണം BJPക്ക് 15% കേരളത്തിൽ BJPക്ക് 15% വോട്ട് ഷെയർ പിന്നെ ഉള്ള ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് BJP, 15%. ലീഗിൻ്റെ അവ്യക്തമാണ്. കാരണം മറ്റേ ഇത് നിൽക്കുകയാണ്. ലീഗിനും ഏതാണ്ട് അത്രത്തോളം വോട്ട് ഉണ്ടാവാം. അങ്ങനെ BJP ഇവിടെ ശക്തമാണ്, ലീഗിൻ്റെ ശക്തമാണ്. അതുകൊണ്ട് മതപരമായ വർഗീയമായ വോട്ടിംഗ് സംഭവം കേരളത്തിൽ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഉണ്ടായ സംഭവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു അഗാധമായിട്ട് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവികമായ ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനി ഒരിക്കൽ കൂടി മോഡി വന്നാൽ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പിന് പോലും സാധ്യതയില്ല എന്ന പ്രചരണങ്ങളെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ പിന്നെ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം കാണുന്നത്. അപ്പോൾ അത് വളരെ പിന്നെ ഇന്ന് പ്രധാനമന്ത്രി ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ പാല് കിട്ടിയിട്ടില്ല, അതിന് മുമ്പ് നെയ്യിനെ കുറിച്ച് ചർച്ച. അപ്പോൾ വാസ്തവത്തിൽ എന്താ വെച്ചാൽ ഇന്ത്യ എന്നൊരു വലിയൊരു രാജ്യമാണ്. 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു 60% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റു ഉത്തരേന്ത്യയിലും മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള സ്ഥിതി നമുക്കറിയാം. 8 വോട്ട് വരെ ചെയ്യുന്ന ആളെ നമ്മൾ വീഡിയോയിൽ കണ്ടു. അച്ഛന് വേണ്ടിയിട്ട് മറ്റേ 15 വയസ്സിൽ കുട്ടി വോട്ട് ചെയ്യുന്നത് കണ്ടു. നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ ഇയാളുടെ സക്കറിയൻ്റെ ഭാസ്കര പട്ടേൽ എൻ്റെ ജീവിതം എന്നൊരു നോവൽ, ചെറിയ നോവൽ സിനിമയായിട്ട് നടത്താൻ മറ്റേ അടൂർ ഗോപാൽ സിനിമയാക്കിയത്. അതിന് തൊമ്മി ഒരു കഥ. അപ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരു തൊമ്മികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തി കൊടുക്കുന്നത്. അവരെ തൊമ്മികളാക്കി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം വാർഷികം 2025 അടുത്ത വർഷം. അപ്പോൾ ഈ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രീയം വരുന്ന 1923 സവർക്കർ പിന്നെ
സവർക്കർ ഈ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ഹിന്ദുത്വം നിർവചിക്കുന്നുള്ള സമയത്ത് ചെറിയ പുസ്തകം എഴുതിയതിനു ശേഷമാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹം പിന്നെ അത് ഹിന്ദു പിന്നെ മറ്റൊരു സംഘടനയാണെങ്കിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവം 1925 RSS ഉണ്ടായി. അടുത്ത വർഷം 100ാം വാർഷികം വരെയാണ്. ഈ സമയത്ത് ഇന്ത്യ രാജ്യം എന്നുള്ളൊരു രാജ്യത്തെ നമുക്കറിയാം ദൂരദർശന്റെ അടയാളത്തിൽ അതിന്റെ കളർ പോലും കാവി കളറാക്കി മാറ്റി. ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിന്റെ യൂണിഫോം കാക്കിയാക്കാൻ തീരുമാനിച്ചു, പക്ഷേ പെട്ടെന്ന് അത് മാറ്റി. ഇങ്ങനെ ഓരോ രീതിയിലും ഓരോ കോശങ്ങളെയും നശിപ്പിച്ചു പോകുന്ന ഒരു തരം അർബുദ രോഗമുണ്ട്. അർബുദ രോഗം വെച്ച് ഓരോ കോശങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ ഈ മതനിരപേക്ഷതയുടേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അപ്പൊ ആ സംഭവം വരുമ്പോ ഇപ്പോ ഇന്നലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാർത്ഥ വയർ എന്ന ഇന്നത്തെ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിന്റ് മീഡിയ അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ഇപ്പം ലോകത്താകെ മീഡിയ വയറാണ്. ആ വയർ എന്ന മീഡിയ ഇന്നലെ വന്ന സംഭവം എന്ന് വെച്ചാൽ ഇലക്ഷനിൽ സംഭവിക്കാൻ ഒരുപക്ഷെ ഞാനും ഏതാണ്ട് അങ്ങനെയാണ് ഊഹിക്കുന്നത്. എങ്ങനെയാണ്? അതായത് ഇലക്ഷനിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല, പക്ഷെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി BJP ആയിരിക്കും, യാതൊരു സംശയമില്ല. BJP ആയിരിക്കും ഒറ്റ കക്ഷി. അങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് 1998 ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വാജ്പേയി ആദ്യം അധികാരത്തിൽ 13 സമയത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷിനെയാണ് ഇന്ത്യയിൽ പിന്നെ രാഷ്ട്രപതി വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ED ആദായ നികുതി വകുപ്പുകൾ ഇപ്പൊ തൽക്കാലം ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇവര് ആ സമയത്താണ് അവരൊന്നും കൂടി അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്തിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ, ഉദാഹരണം നമ്മളെ പിന്നെ ദക്ഷിണേന്ത്യയിലുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിലാണ് ഭൂരിപക്ഷം കിട്ടുക. ഒരുപക്ഷെ BJPക്ക് സീറ്റ് കർണാടകയിൽ കുറച്ച് സീറ്റ് അത് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. തെലങ്കാന, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഇതര കക്ഷികളാണ് വരിക. അതിന് വടക്ക് കിഴക്കൻ മേഖല ആസാമിൽ മാത്രമാണ് മറ്റൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഹിമന്ത ബിശ്വാസ് നേതൃത്വത്തിലുള്ള പഴയ കോൺഗ്രസ് നേതാക്കളിൽ. ഇപ്പുറത്ത് UP ഉള്ള പൂർവാഞ്ചൽ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ പിന്നെ പൂർവാഞ്ചൽ മേഖലയിൽ പ്രയാഗ് രാജ് എന്നുള്ള സ്ഥലത്ത് രാഹുൽ ഗാന്ധിയും പിന്നെ അതുപോലെ പിന്നെ ഈ അഖിലേഷ് യാദവും പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് അറിയാം. അവിടെ ഉത്തർപ്രദേശിലെ സംഭവ വികാസങ്ങൾ മാറി വരുന്നു. മാത്രമല്ല അവിടെ ജാതീയമായിട്ടുള്ള സംഭവങ്ങളാണ്. ബ്രാഹ്മണ 20% ബ്രാഹ്മണരുണ്ട്, 18% ബ്രാഹ്മണരുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ OBC ആയിട്ടുള്ള അവിടെ ജാതിയാണ് നമുക്ക് അറിയാം, സത്യസന്ധമായ കാര്യങ്ങൾ വരുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ കോൺഗ്രസ് ഇവർ കൂടി യോജിച്ചതോടുകൂടി അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. UP മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബീഹാറിൽ തേജസ്വി യാദവ് 205 റാലികളിലാണ് പ്രസംഗിച്ചു. 205 റാലികളിൽ പ്രസംഗിച്ചു. ഏറ്റവും 34 വയസ്സുള്ള തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ പിതാവിന് പിന്നെ അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ മറ്റേ ബീഹാറിലെ ഇലക്ഷന്റെ സിനേറിയോയിൽ അവിടെ വലിയൊരു മാറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നുണ്ടോ. മഹാരാഷ്ട്രയിൽ പകുതി എന്ന നിലയിൽ മഹാരാഷ്ട്രയിൽ വരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഭൂരിപക്ഷം പ്രതിപക്ഷത്തിനായിരിക്കും, പക്ഷേ ഏറ്റവും വലിയ കക്ഷി BJP ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഈ പറയുന്ന തൊമ്മിത്തരം ഒരു ചോദ്യം. ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവികമായിട്ട് വന്ന റോളിൽ. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഈ മോദി എന്ന് പറയുന്ന ദൈവിക റോളിൽ വന്നിരിക്കുന്ന ആളാണ്? ദൈവികമായ ഒരു പിന്നെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സത്യത്തിലൊരു അതിമാനുഷനാണ് അല്ലേ? 10 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ചത് ഒരുപാട് പരിവർത്തനങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ പല അപ്രാപ്യമാണെന്ന് കരുതിയിട്ടുള്ള പല കാര്യങ്ങളും സാധ്യമാക്കിയ. അല്ല, മോദി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന സംശയം ആളുകൾ ഒരു സംശയം. ഭരണഘടന ഇതുപോലെ നിലനിൽക്കുമോ? ഒരു സംശയത്തിന് അവകാശം. ഭരണഘടന ഇതുപോലെ നിലനിൽക്കും. അല്ല, ഞാൻ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞത് പിന്നെ ഖാർഗെയാണ്. ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞത് ഖാർഗെയാണ്. അതിന്റെ വിവാദങ്ങൾ നടക്കുന്നില്ലേ? അതെന്തായാലും ഒന്നും പറയാത്തത്. ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞത് ഖാർഗെയാണ്, അല്ലാതെ BJP അല്ല.
പറഞ്ഞിട്ടില്ലേ? അല്ല, ഖാർഗെ അങ്ങനെ പറഞ്ഞതായിട്ട് അതിന്റെ വിവാദങ്ങൾ BJP മാറ്റുന്ന ചിലപ്പോൾ അങ്ങനെയാണോ ഖാർഗെയാണ് പറഞ്ഞത്. ഖാർഗെ പറഞ്ഞത് അത് ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. BJP ആശങ്കക്ക് അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമില്ലാന്ന് ഞാൻ പറയാൻ കാരണം BJP പിന്നെ ഇത്തവണ ഒരാശങ്കക്കും അടിസ്ഥാനമില്ലാത്ത വിധം അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീ ബാലകൃഷ്ണൻ, ആ ചോദ്യമാണ് താങ്കളോട്. ഈ താങ്കൾ തന്നെ തുടക്കത്തിൽ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം ഇങ്ങനെ ഒരു ഭരണ അനുകൂല തരംഗം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു, മാധ്യമങ്ങളെയൊക്കെ കയ്യിലെടുക്കുന്നു. അങ്ങനെ ഒരു രീതി മുമ്പുണ്ടായിരുന്നോ? ഇപ്പൊ അതിനെങ്ങനെയാണ്? അത് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ എന്നൊരു സംഘടന ലോകവ്യാപകമായി പ്രവർത്തിക്കുന്നത്, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ. അപ്പം അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇതുണ്ട്. അത് ഇന്ത്യ 130 ഇപ്പം 159 150 രാജ്യങ്ങളിൽ 150 രാജ്യങ്ങളിൽ പാകിസ്ഥാനേക്കാളും കൂടി അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ കേന്ദ്ര ഭരണകക്ഷി എന്ന് വെച്ചാൽ വളരെയധികം അവർക്ക് നല്ല പല്ലും ഇതുണ്ട്, നല്ല നഖമുണ്ട്. കാരണം ED ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഏത് പത്രത്തെയോ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും ചെറിയ കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഉപദ്രവിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഉത്തരേന്ത്യയിലുള്ള മിക്കവാറും പത്രങ്ങൾ, ഉത്തരേന്ത്യയിൽ നമ്മളെ ഒരു ഉദാഹരണത്തിന് ഈ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയാണ്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയിൽ ആകെ 13,000 കോടിയോ മറ്റോ പിരിച്ചതിനകത്ത് 8,000-ലധികം കോടി റുപ്യ BJPക്ക് കിട്ടിയ ഇതാണ്. അത് റദ്ദാക്കി സുപ്രീം കോടതി 5-അംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വം റദ്ദാക്കി. പക്ഷേ ഇന്ത്യയിലുള്ള ഉത്തരേന്ത്യയിലുള്ള ടൈംസ് നൗ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ഉൾപ്പെടെ ഉള്ള ഉത്തരേന്ത്യ ചാനലുകൾ അത് ചർച്ചയല്ല. അത് ചർച്ചയായിട്ട് അത് രാത്രിത്തെ ചർച്ചകൾ അതില്ല. പിന്നെ നമ്മളിവിടുത്തെ സാധാരണ ചാനലുകളൊക്കെ അത് ചർച്ച ചെയ്തിട്ടുള്ളത്. അതുപോലെ ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് ആൾ പത്രാധിപന്മാർ, ആ പത്രത്തിൻ്റെ പത്രാധിപർ ആരാവണം എന്ന് നിശ്ചയിക്കുന്നതിന് പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അത് ഡയറക്റ്റ് അല്ല, ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പത്രങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങൾ, ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഈ വലിയ രീതിയിലുള്ള ഇതുണ്ടായി. പിന്നെ നമ്മളെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളത്തിലെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അത് മിക്കവാറും ചാനലുകളുടെ കാര്യത്തിലൊരു കുഴപ്പം, നിങ്ങൾ ചാനലാണ് അത് കോൺട്രവേഴ്സിയാണ് സാധാരണ അവർക്ക് ശരിക്കും വിവാദം ഭക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വിവാദം ഭക്ഷിച്ചിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. അത് ആളുകൾ ഇപ്പോൾ തൽക്കാലം മടുത്ത് സാധാരണ ചാനലുകളിൽ നിന്ന് ഈ ചർച്ചയിലെ ആൾക്കാർ ഒരു വിഡ്രോവൽ സിൻഡ്രോം ഉണ്ട് എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്, ഞാൻ കാണാറില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ചാനലുകളിൽ ഭൂരിപക്ഷവും കാരണം ഒരു പ്രശ്നം, ഒരു പ്രത്യേക ഇത് 2 രീതിയിലാണ് കാണേണ്ടത് നമ്മൾ. കാരണം സ്വദേശാവൻ രാമകൃഷ്ണപിള്ള അല്ലെങ്കിൽ കേസരി ബാലകൃഷ്ണപിള്ള, അതേപോലത്തെ മറ്റേ നമ്മുടെ കൗമുദി ബാലകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള പത്രാധിപന്മാരുണ്ട്, വൻകിട പത്രാധിപന്മാരുണ്ട്. ഇതൊരു ആ പത്രാധിപന്മാരുടെ ഒരു പത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇൻഡസ്ട്രി അല്ല, ഒരു വലിയ ഇൻഡസ്ട്രി അല്ല അത്. ഇപ്പം അതൊരു ഇൻഡസ്ട്രിയായി. ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഉണ്ട്, പരസ്യമുണ്ട്, പരസ്യമുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ അധികാരത്തെ, സംസ്ഥാനത്തെ വിഷയമല്ല, ദേശീയ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കൽ വലിയ പ്രയാസമാണ്. തിരിച്ചു വരാം. ശ്രീ ദിനകരൻ, എൻ്റെ ഒരു ചോദ്യം, സ്വതന്ത്ര പത്രപ്രവർത്തനം ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യ പ്രക്രിയയിൽ മാധ്യമ പ്രവർത്തനത്തിനുള്ളത്. ശ്രീ കെ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇന്ന് ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ? സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ 4-ാം തൂണ്. ഭൂരിപക്ഷം വരുമ്പോൾ പെട്ടല്ലോ, ഭൂരിപക്ഷത്തിനാണല്ലോ ഇന്ന് മേധാവിത്വം. സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, സാധിക്കും. കാരണം എങ്ങനെ? ഇപ്പം നേരത്തെ പലരും സൂചിപ്പിച്ചത് നമ്മുടെ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിലെ കണക്ക് പ്രകാരം മീഡിയ ഫ്രീഡത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സ് 140 മേലെയാണ്. പക്ഷെ നമുക്ക് ശേഷം ഒരുപാട് കുറവ് രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മീഡിയക്കുള്ളൊരു ഫ്രീഡം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, മുൻകാലഘട്ടത്തെ ഒരു ഭീഷണി, ഫിസിക്കൽ ഭീഷണിയാണെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായ ഭീഷണി നിലനിൽപ്പിൻ്റെ ഭീഷണി കൂടിയാണ്. അപ്പം സ്വാതന്ത്ര്യം പറയാൻ നോക്കാം. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ സർവേ വന്ന BJPക്ക് 400 സീറ്റ് പ്രവഹിച്ചുള്ള ആദ്യത്തെ സർവേ
അപ്പോൾ ഒരുപാട് മിക്കവാറും മാധ്യമങ്ങളെ മുഴുവനും BJP വിലക്കെടുത്തില്ല. BJP അല്ല, കാരണം അദാനി ആയിക്കോട്ടെ അംബാനി ആയിക്കോട്ടെ ഇവർക്കൊക്കെ ചാനൽ. അല്ല, ഈ സാഹചര്യത്തിൽ ഇനി എന്ത് മാധ്യമ സ്വാതന്ത്ര്യം എന്ത് നാലാം തൂണ്? അതാണ് എന്റെ ചോദ്യം. അതിനെ മറികടക്കാനുള്ള എന്ത് കോപ്പാണ് മാധ്യമ പ്രവർത്തകരുള്ളത്? മറികടക്കാനുള്ള കോപ്പുണ്ട്. എന്താണ് കാരണം അതിലേക്ക് പറഞ്ഞു വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വൻകിട പത്രങ്ങൾ മുഴുവനും അല്ലെങ്കിൽ ചാനലുകൾ മുഴുവനും ഇതേപോലുള്ള ഇനി എന്താണ് സാധ്യത? പിന്നെ നിലനിൽക്കുക നമ്മൾ എങ്ങനെ നിലനിൽക്കും ചോദിച്ചാൽ അതിശക്തമായ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയക്ക് സോഷ്യൽ മീഡിയയിൽ കൈവെക്കാറ് അല്ല, സോഷ്യൽ മീഡിയ പബ്ലിക് തന്നെ ഇടപെട്ടുള്ള സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പല വാർത്തകളും ഓരോ വ്യക്തി ഒരു വ്യക്തി ഒരു പത്രാധിപരായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു എഡിറ്റർ ആയിക്കൊണ്ട് ആ വ്യക്തി ക്യാമറയുമായി രംഗത്തിറങ്ങുന്നതുകൊണ്ട് അത് നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല ഇത് വയർ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, ആ പ്രസിദ്ധീകരണങ്ങൾ അവര് പരസ്യത്തെ ആശ്രയിക്കുന്നില്ല. ഇപ്പൊ ഗാർഡിയൻ, ലോകത്തെ ഏറ്റവും വലിയ പത്രം ഗാർഡിയൻ പരസ്യം സ്വീകരിക്കുന്നില്ല. ഗാർഡിയൻ പബ്ലിക്കിനോട് പൈസ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് $1 അല്ലെ $5 $10 ആ $10 നിങ്ങൾ കൊടുക്കും. ഇന്ത്യ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും വരാം, സാധ്യതയുണ്ട്. ശ്രീ ഏതാമത് ഒരു ചോദ്യം. നമ്മൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇപ്പോൾ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രിമാരെയും യഥേഷ്ടം മാധ്യമപ്രവർത്തകർക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയായിരുന്നു ഉണ്ടായിരുന്നത്. പാർലമെൻറ്റിൽ പോലും പാസ് ഉണ്ടായിരുന്ന 400-ലേറെ മാധ്യമപ്രവർത്തകർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ കടക്കാനും എല്ലായിടത്തും പോകാനുള്ള പാസ് ഉണ്ടായിരുന്നു. ഇന്നത് 30 ചുരുങ്ങിയിരിക്കുന്നു. അതിന് കൂടാതെ പ്രധാനമന്ത്രിക്ക് മാധ്യമപ്രവർത്തകർ, കേന്ദ്രമന്ത്രിമാരെ പോലും മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായി ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സാഹചര്യമില്ല. കടക്ക് പുറത്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്ന മുഖ്യമന്ത്രിമാരുള്ള നാട്. ഇവിടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും? ഈ മാധ്യമപ്രവർത്തനത്തിന് വലിയ മങ്ങനൊന്നും ഏൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ വേറൊരു തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ലോകത്തിലെ 150-ാമത്തെ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യം ആണ് ഇന്ത്യ എന്നുള്ള രീതിയിലൊരു ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യം തീരുമാനിക്കുന്ന ആരാണ്? ഇത് നിശ്ചയിക്കുന്ന നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പിന്നെ ഔദ്യോഗിക സംവിധാനങ്ങളാണോ? അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ നിഷ്പക്ഷമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നിഷ്പക്ഷമാണെന്ന് കരുതുന്നില്ല. അതൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ രാജ്യങ്ങളുടെയും ആരാ പറഞ്ഞ് കാണുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോ ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാര അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യമില്ല, പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല, മറ്റു മന്ത്രിമാരെ എന്നൊന്നും പറയുന്നത് ശരിയല്ല. അതൊക്കെ നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി എന്നുള്ളത് നമ്മൾ പ്രധാനമന്ത്രി സാധാരണ വിദേശയാത്ര നടത്തുന്ന സമയത്ത് ജവഹർലാൽ അവിടെ പോകുന്ന സമയത്ത് ആ ഷിപ്പിലോ അല്ലെങ്കിൽ മറ്റേ അത് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മൊഴിയുള്ള പകയും. എല്ലാ പ്രധാനമന്ത്രികളും ഒരു വിമാനം നിറയെ മാധ്യമപ്രവർത്തകരെ ഒരു വിമാനം നിറയെ മാധ്യമപ്രവർത്തകന്മാരെ കൂട്ടിയിടാൻ പോവാ. നടക്കില്ല. സമ്പത്തങ്ങനെ നശിപ്പിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി പിന്നെ പത്രസമ്മേളനം ഇന്ദിരാഗാന്ധിയൊക്കെ പാർലമെന്റിലടക്കം പത്രസമ്മേളനം നടത്താറുണ്ട്. ഇന്ദിരാഗാന്ധി പിന്നെ പറ്റിയിട്ടും ആക്ഷേപങ്ങളൊക്കെ ഒരുപാട് ഉള്ള ആളാണ്. അപ്പോൾ പ്രധാനമന്ത്രി വാസ്തവത്തിൽ ഒരു സുതാര്യമായിട്ട് ഈ ആളുകൾ ചോദ്യങ്ങൾക്ക് അല്ല, ഇന്ദിരാഗാന്ധിക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള വർത്തമാനകാലം നമ്മൾ സംസാരിക്കുന്നത്. വർത്തമാനകാലം സംസാരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി 10 വർഷമായിട്ട് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അതിനു മുമ്പ് 13 വർഷത്തോളധികം കാലം ഗുജറാത്തിൽ മുഖ്യമന്ത്രി. അങ്ങനെയുള്ള ഇപ്പൊ ഈ ദൈവത്തിന്റെ പിന്നെ ദൈവം നേരിട്ട് അയച്ചിട്ടുള്ള മനുഷ്യൻ. ജീവശാസ്ത്ര അമ്മ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് അതുകൂടി ഒരു വളരെ അർത്ഥമുള്ള. അമ്മ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവശാസ്ത്രപരമായി ഉണ്ടായതല്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറെ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് പോട്ടെ. അപ്പൊ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുന്നില്ല. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക്
സാധാരണ പത്രസമ്മേളനത്തിൽ പ്രത്യേകത ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അദ്ദേഹം ഇപ്പോൾ വേണ്ട പത്രസമ്മേളനം നടത്തിയില്ല. പക്ഷേ വിദേശത്ത് ദാമോദരട്ടം പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം, വിദേശത്ത് പത്രക്കാർ പോകുന്ന പത്രക്കാർ ആകെ ഒരു തൊമ്മികളൊന്നുമല്ല. പ്രധാനമന്ത്രി പറയും സംസാരിക്കും, അവർ വിദേശ രാജ്യത്ത് പോയിട്ട് ഇന്ത്യയിൽ നടന്ന ചർച്ച ഒക്കെ മനസ്സിലാക്കി വാർത്ത കൊടുക്കാറുള്ളതാണ്. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്തവണ നടന്ന ഈ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറയുന്ന ഇന്റർവ്യൂ മാത്രം കുറേ പത്രത്തിൽ കൊടുത്തു, ഞാൻ കണ്ടു. ആ കണ്ട ഇന്റർവ്യൂലൊക്കെ തന്നെ ഇവരൊക്കെ ഒരു വെറുതെ ആടി ഇരിക്കുകയാണ്. ആദ്യം ഇന്നലത്തെ മറ്റേ ഏതോ കാർട്ടൂണിൽ വളരെ കാർട്ടൂൺ കണ്ടു, ഉത്തരം കൊടുത്തിട്ട് അതിനനുസരിച്ച് ചോദ്യം ചോദിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു സംഗതിയുണ്ട്. അത് ഒരു ശരിയായിട്ടുള്ള സാധനം. അത് പോട്ടെ. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സംഭവിച്ചാൽ ഈ ഇന്ത്യ രാജ്യം യഥാർത്ഥ വസ്തുത പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരു 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള രീതിയിൽ വലിയ രീതിയിൽ ഡിവിഷൻ ഉണ്ടാക്കി. ആ ഡിവിഷൻ ഉണ്ടാക്കുന്നതിന് മാധ്യമങ്ങൾ, നമ്മൾ ഉത്തരേന്ത്യയിലുള്ള ദേശീയ മാധ്യമങ്ങളിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് ഒരിക്കലും നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ആ മാധ്യമങ്ങളിൽ നമ്മൾ ഇയാളെ പോലുള്ള ടൈംസ് നൗ, അതുപോലെ നമ്മുടെ റിപ്പബ്ലിക്കിന്റെ അർണാബ് ഗോസ്വാമിനെ പോലുള്ള ആളുകളാണ് ഈ രാജ്യത്ത് നമുക്ക് കംപ്ലീറ്റ് മതം ഇത് പറയുന്നത് ഒരാളെ കണ്ടാൽ ഒരു മുസ്ലിമിനെ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിക്കൂടായിരുന്നു. കാരണം അത് കാണുമ്പോൾ അയാളെ കാണുമ്പോൾ അത് ഇങ്ങനെ ഈ അപരവൽക്കരണത്തിന് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നാടെത്തി. അന്നേരത്തെ ചോദിക്കും, ഇത് ആരും ഒരാൾക്ക് മാത്രമാണ് അല്ല, BJP മാത്രമായിരിക്കില്ല. BJP ഉണ്ടാക്കുന്ന ഈ ഒരു അന്തരീക്ഷം മറ്റു മതങ്ങളെ ഉപയോഗിക്കൽ മാത്രമല്ല. ഇതിന്റെ സംബന്ധിച്ചിട്ട് ഈ ഒരു കുഴപ്പം വെച്ചാൽ നമ്മൾ സാധാരണ വിഷം എന്ന് പറയുന്നത്, ഒരു സാധാരണ ഭ്രാന്ത്, ഒരു വർഗീയ ഭ്രാന്ത് എന്നുള്ള സംഭവം, ഭ്രാന്ത് രണ്ട് തരത്തിലുള്ള ഭ്രാന്ത്. ഒന്ന് ഭ്രാന്ത് സാധാരണ മെന്റൽ സംഭവമാണ്. ആ മെന്റൽ സംഭവത്തിന്റെ ഭ്രാന്ത് ചികിത്സ മാറും. പക്ഷേ റാബിസോ വലിയ ദിനകരൻ കൊമ്പിലാട്ട്. ഇപ്പം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് UDF LDF ആര് ജയിക്കുന്നു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഘടകമായി മാറില്ല. കോൺഗ്രസ് ആണെങ്കിൽ വേറെ രീതിയിൽ വരും. എന്നാൽ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എത്ര സീറ്റിൽ ആർക്ക് എത്ര സീറ്റ് എങ്ങനെ കിട്ടും? താങ്കളുടെ നിരീക്ഷണം ഒന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ UDF 13 മുതൽ 15 വരെ സീറ്റ് കിട്ടും, ലഭിച്ചേക്കാം. 13 മുതൽ 15 വരെ. LDF ബാക്കി LDF-ലാണ്. അതേസമയം BJPക്ക് ഒരു സീറ്റ് സാധ്യതയുണ്ട്. അതേത് സീറ്റായിരിക്കും? ആ ഒരു സീറ്റ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്, ജയിച്ചേക്കാം. LDF-ന്റെ ഒരു ഷുവർ സീറ്റുകൾ 5 പെട്ടെന്ന് പറയാമല്ലോ. താങ്കൾ നിരീക്ഷിച്ചിട്ടുള്ള 5 സീറ്റുകൾ ഏതൊക്കെയായിരിക്കും? BJPയുടെ പറഞ്ഞ തൃശ്ശൂർ, തിരുവനന്തപുരത്തും സാധ്യതയുണ്ട്, പക്ഷേ അത് വിദൂര സാധ്യതയാണ്. LDF-ന് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ നേരിയ വോട്ടെങ്കിലും ചിലപ്പോൾ MP ജയരാജൻ ജയിക്കും. കാരണം ആദ്യത്തെ ഘട്ടത്തിലാണെങ്കിൽ കുറച്ച് ഉറപ്പിച്ച് പറയാമായിരുന്നു. പക്ഷേങ്കിൽ നേരിയ ഒരു സാധ്യത കണ്ണൂരിൽ LDF ജയിക്കും. മറ്റൊന്ന് അടൂർ പ്രകാശിൻ്റെ മണ്ഡലം, അവിടെ അടൂർ പ്രകാശ് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. 2 പിന്നെ ഒന്ന് കാസർഗോഡ് എന്തായാലും രാജഭവൻ ഉണ്ണിത്താൻ ജയിക്കേണ്ടതാണ്. ആലത്തൂര് ഇക്കുറി രാധാകൃഷ്ണൻ രക്ഷപ്പെട്ടേക്കും. കാരണം ഇക്കുറി രമ്യ ഹരിദാസ് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. യെസ്. അടുത്തത് മറ്റൊന്ന് തൃശ്ശൂരാണോ അതെയോ? തൃശ്ശൂർ ഞാൻ പറഞ്ഞു. അല്ല, തൃശ്ശൂർ തൃശ്ശൂർ പറഞ്ഞു. യെസ്. ചാലക്കുടി. ചാലക്കുടിയും സാധ്യതയുണ്ട്. 5ാമത്തെ സീറ്റ് ഒറ്റ റൗണ്ടിൽ വടകര സാധ്യതയില്ല. ഇല്ല. കാരണം വടകര ഷാഫി തന്നെ ജയിക്കും. യെസ്. തിരിച്ചു വരാം. ശ്രീ ബാലകൃഷ്ണൻ.
ഞാനിപ്പോൾ ഈ സീറ്റുകളെ കുറിച്ച് ഒരു കേരളത്തിലെ സീറ്റുകളെ കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കെടുക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ആ രീതിയിൽ ഞാനൊരു പഠിച്ചിട്ടില്ല, നിരീക്ഷിച്ചില്ല. നിരീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രചരണം, പിന്നെ പ്രധാനമന്ത്രി UP നടത്തിയിട്ട് ലാസ്റ്റ് നടത്തിയ പ്രചരണം UDF ഗുണകരമായിട്ടുണ്ട്. അത് ഈ ഒരു പിന്നെ നമ്മൾ പറയുന്ന മതപരമായ വോട്ട് കിട്ടല്ലോ, ചെറിയ ശതമാനം ആൾക്കാർ മതപരമായ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പൗരത്വ നിയമം പോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ വന്നിട്ട് അങ്ങനെ ഇടതുപക്ഷമാണ് വലിയ പ്രചരണം നടത്തിയത്. പൗരത്വ നിയമത്തിൻ്റെ എതിരായിട്ടുള്ളതും അതുപോലെ ന്യൂനപക്ഷത്തിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യത്തിലും ഇടതുപക്ഷമാണ് പ്രചരണം ഏറ്റവും ശക്തമായി നടത്തിയത്. UDF കുറച്ചുകൂടി പിന്നെ ഒരു മെയ്വഴക്കത്തോടു കൂടിയിട്ടാണ് ഈ പൗരത്വ മറ്റേ അവർ ഇതിൽ തന്നെ പോയി പ്രകടന പത്രിക പോലും പറഞ്ഞിരിക്കുന്ന സംഭവം. പക്ഷേ പരോക്ഷമായി പ്രധാനമന്ത്രി ഉത്തർപ്രദേശ് നടത്തിയൊരു പ്രസംഗം കേരളത്തിൽ വലിയ രീതിയിൽ ആ പ്രസംഗം അദ്ദേഹം ഈ UDF അധികാരത്തിൽ വന്നാൽ, പിന്നെ UDF അധികാരത്തിൽ വന്നാൽ, അല്ല സോറി വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് പിന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നടപ്പാക്കുന്നവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഈ മംഗല്യസൂത്രം വരെ ഇത് കൊടുക്കും, മറ്റേ ഈ പൈസ കൊടുക്കും, പ്രകടന പത്രിക പിന്നെ പരിപാടികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രസംഗം നടത്തി ഭയങ്കരമായിട്ടുള്ള പ്രസംഗം ഉണ്ടാക്കി, ഒരു വലിയ ചാർജ് ഉണ്ടാക്കി. അതാണ് മറ്റേ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട വിഷയം. ഈ സാധനം കോൺഗ്രസ് നേരിട്ട് കുത്തിക്കൊണ്ട് ഉള്ളത് കോൺഗ്രസിന് കേരളത്തിലെ ഇലക്ഷൻ ലാസ്റ്റ് ഘട്ടത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു കാര്യം പറയട്ടെ. സീറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സീറ്റ് വളരെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് വെച്ചാൽ വളരെ ഏറ്റവും പിന്നെ നേരോ പറഞ്ഞു 4 സീറ്റിൽ ആര് ജയിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും, മലപ്പുറത്ത് പൊന്നാനിയിൽ സമതാരി ജയിക്കും, എറണാകുളത്ത് ഹൈബിയുടെ ജയിക്കും. ഈ 4 സീറ്റിൽ വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വളരെ ടൈറ്റാണ്. ഞാനും ഏകദേശം ഈ പറഞ്ഞ ഒരു ഈ ടൈറ്റ് എന്നുള്ള ഒരു വിഷയമുണ്ട്. പക്ഷേ NDA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 4 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് തൃശ്ശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ, പത്തനംതിട്ട പിന്നെ വലിയ പ്രചരണ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും പിന്നെ അനിൽ ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ജയിക്കുക തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. 18 പേരും പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കുപ്പായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇന്ത്യയിലെ 142 കോടി ജനങ്ങളിൽ ഏതൊരാൾക്കും പ്രധാനമന്ത്രിയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റില്ല. 90 കോടി വോട്ടർമാരിൽ 60 കോടി ജനം വോട്ട് ചെയ്തില്ല. ഈ 60 കോടി ആർക്കും പ്രധാനമന്ത്രിയാണ്. മുന്നണി യോഗങ്ങളിൽ തന്നെ അടിയാണ്. പല സംസ്ഥാനങ്ങളിലും മുന്നണി യോഗങ്ങളിൽ തമ്മിൽ തല്ലാണ്. അപ്പൊ സമയം തീർന്നു. നമ്മുടെ ഈ ചർച്ചയുടെ പ്രത്യേകത എന്താ, നിങ്ങൾ പ്രേക്ഷകർ എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ പ്രത്യക്ഷമായി അവരെപ്പോഴും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട്, കാര്യങ്ങൾ വരും. എന്നാൽ മാധ്യമ പ്രവർത്തകർ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ പ്രിൻ്റ് മാധ്യമത്തിൽ വളരെ സജീവമായി എല്ലാവർക്കും ദീർഘകാലത്തെ പരിചയസമ്പന്നരാണ്. അവരുടെ ഒരു അഭിപ്രായത്തിലൂടെ നേരേക്ക് ഒന്ന് കടന്നു പോയതാണ്. എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് 4 തന്നെയാണ് നമ്മൾ അറിയുക, ജൂൺ 4-നാണ് അറിയുക. പക്ഷെ എന്നാലും നമ്മളെ ചിന്തകളിലൂടെ കടന്നു പോകേണ്ട പല വിഷയങ്ങളും വന്നിട്ടുണ്ട്, ഗൗരവമായി കാണേണ്ട. ഒന്ന്, നാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത്. 2, ഈ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിൻ്റെ ഒരു അവസാന കല്ലായി മാറുമോ എന്ന ഭയം. മതം മനുഷ്യൻ്റെ സിരകളിലേക്ക് ഇങ്ങനെ കുത്തിവെക്കുകയാണ് ഈ ഏതൊക്കെയോ സംവിധാനങ്ങളിലൂടെ. അതെത്രമാത്രം ലോകം മുഴുവൻ ഇങ്ങനെ വലിയ നിലക്ക് പുരോഗതിയിലൂടെ മുന്നേറുകയാണ്. ആ കാലത്താണ് വീണ്ടും മതം എന്ന് പറഞ്ഞ പ്രശ്നമല്ല. മതം എന്നുള്ളതല്ല പ്രശ്നം. മതത്തിന്റെ മറ്റു മതത്തെ മതമല്ല പ്രശ്നം, മതം ഉപയോഗിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുന്നതാണ് പ്രശ്നം. പക്ഷെ നല്ല ബോധം വേണം. എന്തായാലും ഈ ഫലം രാജ്യത്തിന്റെ നന്മക്കാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത്രേ നമുക്ക് സാധിക്കുകയുള്ളൂ. പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.